എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല. നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത്, അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ. കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം, പക്ഷേ കണ്ണ് നിറച്ചവരെയും കണ്ണീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത്. എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല. എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്ത് നേടിയിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത്. ഒരാളോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സാണ്, പക്ഷെ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ്. ആവശ്യങ്ങൾക്കായുള്ള സ്നേഹം അത് നേടിയെടുക്കുന്നതിലൂടെ തീരും. സഹതാപം കൊണ്ടുള്ള സ്നേഹം സാഹചര്യങ്ങൾ മാറുന്നതോടെ തീരും. സ്വന്തമാക്കാനുള്ള സ്നേഹം അത് ലഭിക്കുന്നതിലൂടെ തീരും. എന്നാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം ജീവിത അവസാനം വരെ നിലനിൽക്കും. ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത്. തീരത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുത്താൻ ധൈര്യമുണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് കടൽ നീന്തി മറികടക്കാൻ കഴിയുകയില്ല. നഖങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ നഖങ്ങളാണ് വെട്ടിക്കളയുന്നത്, വിരലുകളല്ല. അതുപോലെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വളരുമ്പോൾ ഈഗോയാണ് ഇല്ലാതാകേണ്ടത്, ബന്ധങ്ങളല്ല. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കലാണ്. ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി മാത്രമാണ്. വിജയം കൈവരിക്കുമ്പോൾ മഹത്വമുണ്ടാകണമെന്നില്ല, സ്ഥിരതയാണ് പ്രധാനം. നിരന്തരമായ കഠിനാധ്വാനം വിജയത്തിലേക്ക് നയിക്കുന്നു, മഹത്വം പിന്നാലെ വരുന്നതാണ്. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്നത്. ഒരു സ്ത്രീ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിന്റെ പ്രധാന തെളിവ് നിങ്ങളെ എപ്പോഴും വിലമതിക്കും എന്നതാണ്. മൗനമായി നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നതല്ല. നിങ്ങളുടെ ആശയങ്ങൾക്ക് മറ്റുള്ളവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.